എൻ്റെ ജീവിതത്തിൽ എപ്പോഴും പൈസയ്ക്ക് ഒരു പ്രാധാന്യമുണ്ട്. എനിക്ക് എപ്പോഴും സന്തോഷം തരുന്ന കാര്യമാണ്. പണത്തിൻ്റെ പേരിലാണ് എനിക്ക് സന്തോഷം ഉണ്ടായതും പണത്തിൻ്റെ പേരിലാണ് എൻ്റെ കുറേ റിലേഷൻഷിപ്പ് ഇല്ലാതെയായതും. പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടിയിട്ടുണ്ടെങ്കിൽ ചെറിയ പ്രായത്തിൽ പോലും അതിൻ്റെ പേരിൽ വിഷമിച്ചിട്ടുണ്ട്. ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ പൊതുവെ ഗാംബ്ലിംഗ് എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് പലർക്കും. എന്നാൽ ഈ കാഴ്ചപ്പാടൊക്കെ മാറ്റിക്കൊണ്ട് ട്രേഡിംഗിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓൺട്രപ്രണർ ആണ് ഇന്ന് നമ്മളിവിടെ ഫിൻ സീരീസിൽ ജോയിൻ ചെയ്യുന്നത്. ഹായ് എവരിവൺ, ദിസ് ഈസ് അജിങ്ക്യ രാഘവ് ഹിയർ. സോ ഇന്ന് ശിവയുടെ കൂടെ ഫിൻ സീരീസിൽ ഞാനാണുള്ളത്. നമ്മൾ സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് പണമാണ്, പൈസയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. സോ എൻ്റെ ഒരു ജേണി പറയുകയാണെങ്കിൽ ഒരു റോളർ കോസ്റ്റർ പോലെയായിരുന്നു. അതായത് ഒരു പകുതി വരെ CBSE പഠിച്ചു, അതിനുശേഷം മലയാളം സിലബസ് ഇംഗ്ലീഷ് മീഡിയം ഉണ്ടായിരുന്നു. അതായത് ഗവൺമെൻറ്റിൻ്റെ തന്നെ ഇംഗ്ലീഷ് മീഡിയം ഇതിലേക്ക് പോയി. സോ അതുകൊണ്ട് തന്നെ ഒരു പകുതിയായിരുന്നു. അതായത് കുറച്ച് മലയാളം സംസാരിക്കാൻ അറിയാം, കുറച്ച് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം, കുറച്ച് ഇംഗ്ലീഷ് എഴുതാൻ അറിയാം, കുറച്ച് പറയാനറിയാം. ആ രീതിയിലായിരുന്നു, ഒരു മിക്സഡ് ആയിട്ടായിരുന്നു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ആൻഡ് അതേപോലെ തന്നെയായിരുന്നു പിന്നെ +2 കഴിഞ്ഞതിന് ശേഷം. കാരണം +2 കഴിഞ്ഞ സമയത്ത് ഞാൻ നേരെ ചെന്നൈയിൽ ഒരു ഡെൻ്റൽ കോഴ്സിന് ജോയിൻ ചെയ്തു. പക്ഷേ ഒരു ഫസ്റ്റ് ഇയർ കഴിഞ്ഞ സമയത്ത് ആക്ച്വലി ആ കോഴ്സിൻ്റെ സർട്ടിഫിക്കേഷൻ കാരണം എനിക്ക് ഇവിടെ കേരളത്തിലേക്ക് തിരിച്ചു വരേണ്ടി വന്നു. സോ അതിനുശേഷം പൈസ കാരണം എൻ്റെ നിർബന്ധപ്രകാരം എൻ്റെ പേരൻസിൻ്റെ ഒരുപാട് പൈസ ഞാൻ അവിടെ കൊണ്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, പേരൻസിൻ്റെ വഴിയേ പോയി. അപ്പം എഞ്ചിനീയറിങ് എല്ലാവരും പോകുന്ന പോലെ തന്നെ എഞ്ചിനീയറിങ് എന്ന് പറയുന്ന ഫീൽഡിൽ സിവിൽ എഞ്ചിനീയറിങ് ആയിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. സോ അവിടെയും എന്താണ്, ഒരു മിക്സാണ്, ഒന്നും കംപ്ലീറ്റഡ് അല്ല. ആ രീതിയിലായിരുന്നു ലൈഫ് മൊത്തം ഉണ്ടായിരുന്നത്. ആൻഡ് പഠിച്ചു കഴിഞ്ഞ സമയത്ത് ഒബ്വിയസ്ലി അറിയാലോ, എഞ്ചിനീയറിംഗ് പാസ് എന്ന് പറഞ്ഞാൽ സപ്ലി ഇല്ലാതെ പാസ്സാവുന്ന ആളുകൾ കുറവായിരിക്കും. സോ അതിനുശേഷം ജോലിക്ക് കയറേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമായിരുന്നു. കളിച്ച് നിൽക്കാൻ സമയമില്ലായിരുന്നു, കാരണം കല്യാണം എന്നുള്ളൊരു കാര്യം എനിക്കുള്ളത് കൊണ്ട് തന്നെ. സോ ജോലിക്ക് കയറി ഒരു 3 ഇയേഴ്സ് ഒരു ബിൽഡേഴ്സിൽ ജോലി ചെയ്തു. അതിനുശേഷമാണ് ആക്ച്വലി എൻ്റെ ലൈഫ് അല്ലെങ്കിൽ എൻ്റെ ജേണി സ്റ്റാർട്ട് ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം. ആ ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷമാണ് ആക്ച്വലി ഇപ്പം കാണുന്ന എൻ്റെ ലൈഫിലേക്കുള്ള ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ജോലിയിൽ പ്രവേശിക്കുന്ന സമയത്ത് തന്നെ അറിയാം, ഇതല്ല എൻ്റെ പാത്ത് അല്ലെങ്കിൽ എൻ്റെ വേ എന്നുള്ളത്, ആൻഡ് ബിസിനസ് എന്നുള്ള രീതിയിലേക്കുള്ള തന്നെ തീരുമാനത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെയാണ് ബിസിനസ്സും അതേപോലെ അതിൻ്റെ കൂടെ തന്നെ ട്രേഡിംഗ് എന്ന് പറയുന്ന മേഖലയിലേക്കും എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആ ട്രേഡിംഗ് എന്ന് പറയുന്ന മേഖലയിൽ അല്ലെങ്കിൽ ഫൈനാൻസ് എന്ന് പറയുന്ന മേഖലയിൽ ആണ് പിന്നെ എൻ്റെ ജീവിതകാലം മൊത്തം ഇനി ഉണ്ടാവുക എന്നുള്ള കാര്യത്തിലേക്കുള്ള തീരുമാനത്തിലേക്കും എല്ലാത്തിലേക്കും വന്നിട്ടുണ്ടായിരുന്നത്. സോ എഞ്ചിനീയറിംഗ് പഠിച്ച ഏതൊരു വ്യക്തിയുടെയും പോലെ തന്നെയുള്ള ലൈഫായിരുന്നു. പഠിക്കുന്നത് എഞ്ചിനീയറിംഗ് ആണെങ്കിൽ കൂടെ ജീവിക്കുന്നത് മറ്റു പല മേഖലയിലൂടെ ആയിരിക്കും. സോ വെൽക്കം ടു ഫിൻ സീരീസ്. താങ്ക് യു. ഈ പറയുന്ന ട്രേഡിങ്ങും ഇൻവെസ്റ്റ്മെന്റ്സും സക്സസ്ഫുൾ ആയ ഒരു കൂട്ടം ആൾക്കാരുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ട്രേഡിങ്ങും ഗാംബ്ലിംഗ് ആണെന്ന് പറയുന്ന ഒരു സൊസൈറ്റി ഉണ്ട്. അപ്പം ഈ ഒരു സൊസൈറ്റിയിൽ എങ്ങനെയാണ് ശരിക്കും സാറിൻ്റെ ഒരു ട്രേഡിംഗ് ജേർണി സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ അതിലേക്ക് വരാനുള്ള ഒരു കാരണം എന്തായിരുന്നു? മെയിൻലി വാരൻ ബഫറ്റ് എന്ന് പറയുന്ന വ്യക്തി, എല്ലാവരെ പോലെ തന്നെ വാരൻ ബഫറ്റിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. സോ ആ വ്യക്തിയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് ആക്ച്വലി ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ കുറിച്ചൊക്കെ അറിഞ്ഞതും ഇല്ലെങ്കിൽ ട്രേഡിംഗ് എന്ന് പറയുന്ന സംഗതിയിലേക്ക് പിന്നെ എത്തിയത്. ആരും ഡിസ്കസ് ചെയ്യുന്നില്ലായിരുന്നു ഈ ഒരു ടോപ്പിക്. ഈവൻ ശിവ വന്ന സമയത്താണെങ്കിലും ഈ ഒരു ടോപ്പിക് ആരും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവില്ല അല്ലേ. സോ ആ ഒരു സമയത്ത് ആക്ച്വലി വാരൻ ബഫറ്റിനെ കുറിച്ച് പഠിച്ച സമയത്ത് പിന്നെ ഒബ്വിയസ്ലി ഇൻസ്റ്റഗ്രാം അൽഗോരിതം അറിയാലോ, അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെയും സോഷ്യൽ മീഡിയ അൽഗോരിതം അറിയാലോ. ആ ഒരു അൽഗോരിതം പ്രകാരം എനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ കുറിച്ച് ട്രേഡിങ്ങിനെ കുറിച്ച് കൂടുതൽ വീഡിയോസൊക്കെ വന്നു തുടങ്ങിയപ്പോഴാണ് ആക്ച്വലി ഞാൻ ഇങ്ങനെ എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു മിക്ക ആളുകളും, ഈവൻ ശിവയാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും എത്തിപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആൻഡ് മിക്ക ആളുകളും എന്തുകൊണ്ട് ഫെയിലിയർ ആവുന്നു എന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, ശിവ ആക്ച്വലി ഇതിനെങ്ങനെയാണ് കാണുന്നത്? ഗാംബ്ലിംഗ് ആയിട്ടാണോ, അല്ലെങ്കിൽ ഇതിനൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രോസസ് ആയിട്ടാണ് കാണുന്നത്? ഉറപ്പായിട്ടും ഒരു വെൽത്ത് ക്രിയേഷൻ ഉള്ള ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ കാണാൻ തുടങ്ങിയിട്ടുണ്ടാവുക? ഒരു പക്ഷേ അതിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലായിട്ടുള്ളത് കൊണ്ടായിരിക്കാം. കാരണം കുറെ സക്സസ്ഫുൾ ഓണ്ടർപ്രണേഴ്സ് അല്ലെങ്കിൽ സക്സസ്ഫുള്ളി ട്രേഡ് ചെയ്ത് അതിൽ സക്സസ്ഫുൾ ആയ ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ തന്നെയായിരുന്നു ഒബ്വിയസ്ലി അതിനൊരു പ്രചോദനമായിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയ കാര്യം എന്താ വെച്ചാൽ, ആളുകൾക്ക് ലോജിക്കിനെക്കാട്ടിലും പുറമെ മറ്റു കുറേ കാര്യങ്ങളാണ് ഏറ്റവും ആ ഒരു നോക്കിക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ പേരിൽ, ഇപ്പം ക്രിപ്റ്റോയുടെ പേരിലാണെങ്കിലും ഇന്ത്യൻ മാർക്കറ്റിൻ്റെ പേരിലാണെങ്കിലും ഫോറക്സിൻ്റെ പേരിലാണ് ഒരുപാട് പറ്റിക്കുന്ന, അതായത് ആളുകളെ കുറച്ചും കൂടി സ്കാം ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇവിടെ വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു. റൈറ്റ്. ഈവൻ കഴിഞ്ഞ ദിവസം എനിക്കൊരു ആൾ മെസ്സേജ് ചെയ്തു, ഇങ്ങനൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് ക്രിപ്റ്റോയിൽ, ഇത്ര റിട്ടേൺസ് ആണോ അവർ പറയുന്നത്, അപ്പം ഇത് വിശ്വസിക്കാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. ആളുകൾ
ഇങ്ങനത്തെ ലോജിക്കായിട്ട് അല്ലാത്ത കാര്യങ്ങളിലേക്ക് പോവുകയും അതിൽ പണം നഷ്ടപ്പെടുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത്, ഇതിൽ ഗാംബ്ലിംഗ് ആയിട്ട് കാണുന്നത് എനിക്ക് തോന്നുന്നു. പിന്നെ ഇതൊരു ഒരു ലോങ് ടേം പ്രോസസ്സാണ്. ഈവൻ ഇൻവെസ്റ്റ്മെൻറ്റ്സിലൂടെ നമുക്ക് പണം കിട്ടുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു 10, 20, 30 വർഷം കൊണ്ട് നമുക്ക് കോമ്പൗണ്ട് അതിൻ്റെ എന്താ മാജിക്കും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് കിട്ടി വരുന്നതാണ്. സോ അതിന് ഉള്ളൊരു പേഷ്യൻസ് അല്ലെങ്കിൽ ക്ഷമ ആളുകൾക്ക് ഇല്ലാന്ന് തോന്നുന്നു. റൈറ്റ്? അതെ അതെ, എനിക്ക് തോന്നുന്നത് ആൾക്കാർ ഭയങ്കര ഗ്രീഡിയാണ്. ടൈം എടുത്ത് അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു സമയം ആൾക്കാർക്കില്ല. അതിന് പകരം ഇപ്പം ഇന്നിട്ടാലും നാളെ 100% കിട്ടുമെന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ആൾക്കാർ വരാൻ റെഡിയാണ്. പക്ഷെ അതിന്റെ റിസ്ക് ഫാക്ടറോ അല്ലെങ്കിൽ അതിന് പിന്നിലുള്ള കാര്യങ്ങളോ ആരും ചിന്തിക്കുന്നില്ല. റൈറ്റ്. സത്യസന്ധമായി പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാനൊരു മീറ്റിങ്ങിന് പോയ സമയത്ത് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അടുത്ത് വേറൊരു ടീം വന്നിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞത് മന്ത്ലി 10% റിട്ടേൺസ് തരാമെന്നാണ് പറഞ്ഞത്. സോ ആ ഒരു റിട്ടേൺസ് കേട്ട സമയത്ത് ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല ലോങ് ടേമിലേക്ക് അത് നടക്കുമെന്ന് അറിയില്ല. മേ ബി ഇനീഷ്യൽ സ്റ്റേജിൽ നിങ്ങൾക്ക് കിട്ടിയേക്കാം. കാരണം ലോങ് ടേമിലേക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു വർഷം 120% റിട്ടേൺസ് ആയി. അപ്പം എത്ര റിട്ടേൺസ് ആയിരിക്കും നമുക്കൊരു 5 വർഷം കൊണ്ട് കിട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സംഗതി. മേ ബി തരുന്ന ആളുകൾ ഉണ്ടായേക്കാം, ബട്ട് ലോങ് ടേമിലേക്ക് അത് നടക്കില്ല എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചു. അപ്പം മേ ബി 2%, 3% ഒക്കെ നമുക്ക് വേണമെങ്കിൽ മന്ത്ലി റിട്ടേൺസ് കാണാം. അതൊരു കുഴപ്പമില്ലാത്തൊരു റിട്ടേൺസ് ആണെന്ന് പറഞ്ഞ സമയത്ത് അത് അംഗീകരിക്കാൻ മേ ബി മടി ആളുകൾക്ക് ഉണ്ടാവും. ഈവൻ ശിവ പല ആളുകളായിട്ട് സംസാരിക്കണം, അങ്ങനെ തോന്നിയിട്ടില്ല? അതെ അതെ. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഈവൻ ആൾക്കാർക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇപ്പം നമ്മൾ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്താൽ പോലും എനിക്ക് തോന്നുന്നു ആനുവലി പറയുന്നത് 7% ഒക്കെയാണ്. പക്ഷെ അവിടെ നമ്മൾ മന്ത്ലി 2%, 3% ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ അവർക്ക് എന്തോ ഒരു ഭയങ്കര ചെറിയൊരു ഫിഗർ ആയിട്ടാണ് തോന്നുന്നത്. കാരണം ഈ ബാങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്സ് അല്ലാതെ മറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നത് ആളുകൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ക്വിക്ക് ആയിട്ട് റിച്ച് ആവുക എന്നുള്ള ഒരു രീതിയിലാണ് കാണുന്നത്. അതെനിക്ക് തോന്നുന്നു കൃത്യമായിട്ടുള്ള ഫൈനാൻഷ്യൽ ലിറ്ററസി ഇല്ലാത്തത് കൊണ്ടും ഇതിൻ്റെ കാര്യങ്ങളുടെ ബേസിക് നോളേജ് ഉണ്ടാവുമല്ലോ, അതിനെക്കുറിച്ചുള്ള ധാരണകൾ ഇല്ലാത്തതുകൊണ്ടായിരിക്കും മേ ബി അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവാൻ തോന്നുന്നു. അത് ഒരാളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്, ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, നമ്മൾ ഒരാളെ മേലെ അടിച്ചേൽപ്പിച്ചിട്ടും കാര്യമില്ലാന്ന് തോന്നുന്നു. കാരണം നമുക്കാരും പറഞ്ഞു തന്നിട്ടില്ല. അല്ലെങ്കിൽ ഈവൻ നമുക്കറിയായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് എത്ര റിട്ടേൺസ് പ്രതീക്ഷിക്കാം, ഇതാണ് ഒരു ഡീസൻറ്റ് റിട്ടേൺ എന്ന് പറയുന്നത് എന്ന് നമുക്കറിയില്ലായിരുന്നല്ലോ. നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും ഇല്ലെങ്കിൽ കുറേ പിഴവുകൾ വരുത്തിയിട്ടല്ലേ നമുക്കത് മനസ്സിലായത്. റൈറ്റ്? ഇപ്പോൾ സാറിൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ സാർ ഒരു 3 years വർക്ക് ചെയ്തു, അതിനുശേഷം കുറച്ച് ബിസിനസ് ചെയ്തു, അതിനുശേഷമാണ് ഈ ട്രേഡിംഗ് ജേർണിയിലോട്ട് വന്ന് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തത്. അപ്പം ഇതിൽ നിന്ന് വ്യത്യാസം, അതായത് ഇപ്പോൾ വർക്ക് ചെയ്യുന്നതാണെങ്കിലും ബിസിനസ്സിൽ നിന്നൊക്കെ എന്താണ് ഈ ഒരു ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് വേറിട്ട് നിൽക്കാൻ കാര്യം? ഇല്ല, ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഞാൻ ആദ്യം ട്രേഡിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്നുള്ള കാര്യം, അതായത് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എനിക്കറിയായിരുന്നു ആദ്യത്തെ ഇനീഷ്യൽ ടൈമിലൊരു അതിൽ നിന്നൊരു ഇൻകം എനിക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പം അതിന് ആൾട്ടർനേറ്റ് ആയിട്ടുള്ളൊരു ഇൻകം ഫൈൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യകത ഉണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെയാണ് ട്രേഡിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അന്ന് ഇനീഷ്യൽ സ്റ്റേജിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒന്നും ഇല്ല, കാരണം ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ അല്ല ഒന്നാമത്തെ കാര്യം. സോ ട്രേഡിംഗ് എന്നുള്ളതിലേക്ക് വന്നു. ട്രേഡിംഗിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമെന്ന് ശരിക്കും എനിക്ക് മനസ്സിലാക്കി തന്നത് കോൾസ് തരുന്ന ആളുകളാണ്. കാരണം ഇനീഷ്യൽ ടൈമിൽ എല്ലാവരെ പോലെയും കോൾസ് എടുത്തിട്ടാണ് ഞാനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കോൾസ് എടുത്ത സമയത്ത് എനിക്ക് പൈസ കിട്ടാൻ വേണ്ടി തുടങ്ങി. പക്ഷേ അത് നഷ്ടപ്പെട്ടു, ഒബ്വിയസ്ലി നഷ്ടപ്പെടും. പക്ഷേ പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു സംഗതി വന്നു. പിന്നെ വേറെ കാര്യമുണ്ട്, പൊതുവേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഇല്ലെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കാനും മടിയുള്ളൊരു വ്യക്തിയാണ്. ഇല്ലെങ്കിൽ എന്താ നമ്മൾ ട്യൂബ്ലൈറ്റ് എന്ന് പറയില്ലേ, അതായത് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഈ ഒരു കാര്യം എനിക്ക് പെട്ടെന്ന് അതിൻ്റെ ലോജിക്ക്, അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവാൻ തുടങ്ങിയ സമയത്ത് ഫൈൻ, ഇതാണ് എൻ്റെ ഒരു വേ എന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ പൊതുവേ നമ്മളിപ്പം ബിസിനസ് ആണെന്ന് പറഞ്ഞാലും ട്രേഡിംഗ് ആണെന്ന് പറഞ്ഞാലും നമ്മുടെ ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ട് ഭയങ്കര കുറവായിരിക്കും. അത് വേണോ, ലൈക്ക് ഒരു ജോബ് എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടി സെക്യൂർഡ് ആണല്ലോ. അപ്പം ഈ ബിസിനസ്സിലോട്ട് ഇറങ്ങുമ്പോഴാണെങ്കിലും ഈ പറയുന്ന ട്രേഡിങ്ങിലോട്ട് എന്ന് പറയുമ്പോൾ ആൾക്കാർ മീൻസ് പൊതുവേ നമ്മുടെ പാരൻസ് ആണെങ്കിലും പറയും അത് വേണോ, അല്ലെങ്കിൽ അതിന് സമ്മതിക്കാത്ത ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകത്തില്ല. അപ്പോൾ സാറിൻ്റെ ഒരു കരിയറിൽ അല്ലെങ്കിൽ സാറിൻ്റെ ഈ ഒരു ജേർണിയിൽ എത്രത്തോളമായിരുന്നു ഈ ഫാമിലീൻ്റെ സപ്പോർട്ട്? ഒബ്വിയസ്ലി ഇനീഷ്യൽ ടൈമിൽ ഒരിക്കലും നമുക്ക് സപ്പോർട്ട് കിട്ടാൻ ചാൻസ് കുറവാണ്. അതൊന്നും മിക്ക ആളുകൾക്കും ആ സപ്പോർട്ട് ഉണ്ടാവില്ല. നമ്മൾ തന്നെ എന്ത് ചെയ്യേണ്ടി ഇനീഷ്യേറ്റ് ചെയ്ത് ഇറങ്ങേണ്ടി വരും, മറ്റാളുകളെയും ധിക്കരിക്കേണ്ടി വരും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവിടെ നമ്മൾ എനിക്ക് തോന്നുന്നു മിക്ക ആളുകൾക്കും അത് ഫേസ് ചെയ്തിട്ടുണ്ടാകും. നമ്മളൊരു സക്സസ്സിലേക്ക് ഇല്ലെങ്കിൽ നമ്മളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാലായിരിക്കും മേ ബി ഇവർ സപ്പോർട്ടായിട്ട് നമ്മളെ കൂടെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവർക്ക് നമ്മളെപ്പോഴും സേഫാക്കി നിർത്തണം, നമ്മളെപ്പോഴും സുരക്ഷിതമായി നിൽക്കണം ചിന്ത കൊണ്ടാണ് അവരെ ചെയ്യുന്നത്. പക്ഷെ നമുക്കത് പോരാ. എനിക്ക് തോന്നുന്നു നമ്മളുടെ ഒരു 90s ശേഷമുള്ള ആളുകളാണ് കുറച്ചും കൂടി റിസ്ക് എടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ ആ റിസ്ക് എടുക്കുന്നൊരു സ്വഭാവം പണ്ടത്തെ ആളുകൾക്കില്ല, അവർക്ക് എപ്പോഴും സേഫായിട്ട് ഇരിക്കണം. സോ എനിക്ക് തോന്നുന്നു ഇനീഷ്യൽ സ്റ്റേജിൽ ഞാൻ കൺവിൻസ് ചെയ്യാൻ നല്ല രീതിയിൽ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു.
ജോബ് റിസൈൻ ചെയ്തതിന് ശേഷമാണ് എൻ്റെ പാരൻസിനോട് ഞാൻ പറഞ്ഞതെന്ന് തോന്നുന്നു. റിസൈനൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ അടുത്ത മാസം മുതൽ ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനീഷ്യൽ സ്റ്റേജിൽ ഒബ്വിയസ്ലി അവർ നല്ല രീതിയിൽ പിന്തിരിപ്പിക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈവൻ ദോ ഞാൻ കുറച്ച് വാശി പിടിക്കുന്ന ആളായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇതാണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞു, വാശി പിടിച്ചു. അപ്പം അതിനനുസരിച്ചുള്ള വീട്ടിൽ ഉള്ള തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഫണ്ടിങ്, കാരണം എനിക്ക് ബിസിനസ് തുടങ്ങിയ പൈസ കിട്ടണമെങ്കിൽ അത് ഇവരുടെ അടുത്ത് നിന്ന് കിട്ടില്ല, അതെനിക്കറിയാം. സോ അതിന് വേണ്ടിയിട്ട് പിന്നെ അവരായിട്ട് കുറേ അഡ്ജസ്റ്റ്മെൻറ്റ്സിലൂടെ കാര്യങ്ങളൊക്കെ പോയിട്ടാണ് അവരുടെ അടുത്ത് നിന്നാണ് ഫണ്ടിങ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഗോൾഡും കാര്യങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഫണ്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാനൊക്കെ ട്രേഡിങ്ങിലോട്ട് വരുന്ന സമയത്ത് ഒന്നാമത് ട്രേഡിങ് ഇത്രയും സൗണ്ട് അല്ല, അപ്പം പാരൻസിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് നോക്കുകയാണെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് തന്നെ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട്സും കാര്യങ്ങളും ഉണ്ട്. അപ്പം ഇനി വരുന്ന ഒരു അല്ലെങ്കിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ട്രേഡിങ്ങിലേക്ക് വരുന്ന ആൾക്കാർക്ക് ഇത് എത്രത്തോളം ഈസി ആയിരിക്കും? ശിവ ഫേസ് ചെയ്ത മെയിനായിട്ടുള്ള കുറച്ച് ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയായിരിക്കും ട്രേഡിങ്ങിലേക്ക് വന്ന സമയത്ത്? ഞാൻ മെയിനായിട്ട് ഫേസ് ചെയ്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ ക്യാപിറ്റലിൻ്റെ ഒരു പ്രശ്നം. കാരണം ഞാൻ അന്നൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു. പിന്നെ ട്രേഡിങ്ങിലോട്ട് വരുമ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി ഇമോഷൻ ഒരു പ്രശ്നമാണ്. കാരണം ആകെ ഒരു ചെറിയ എമൗണ്ടിലായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടി ഇല്ലാണ്ടാവുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ. ഒന്നാമത് ആകെ ഉള്ള ചെറിയൊരു ക്യാപിറ്റൽ, അതിൽ നിന്ന് ലൈക്ക് ലോസസ് കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഭയങ്കര പാനിക്കായി പോകും. പിന്നെ നമുക്ക് ഒന്നാമത്തെ കാര്യം വേറൊരു സപ്പോർട്ടില്ല. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, ഇത്രയും ലോസായി നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെയായിരുന്നു ഞാൻ ഫേസ് ചെയ്ത കുറച്ച് പ്രശ്നങ്ങൾ. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ജനറേഷനിൽ പുതുതായിട്ട് വരുന്ന ആളുകൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത് ഓവറായിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ് ഇപ്പോൾ മാർക്കറ്റിൽ കിടക്കുന്നത്. ഇപ്പം ഈവൻ ഞാൻ ഇല്ലെങ്കിൽ ശിവയൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകൾ കുറവാണെങ്കിൽ ഇപ്പം എന്താ പറയുക, 100ൽ ഒരു 90% ആളുകളും മാർക്കറ്റിനെ കുറിച്ചും അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ചും ട്രേഡിങ്ങിനെ കുറിച്ചും സംസാരിക്കുന്ന ആളുകളാണ്. ഈവൻ ഈ അടുത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടൊരു റീലായിരുന്നു, 30 വയസ്സിന് ശേഷമുള്ള ആളുകളുടെ ഒരു ഗെറ്റ് ടുഗദർ, അതിൽ സംസാരിക്കുന്ന നീ ഏത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ, റൈറ്റ്? സോ അപ്പോൾ ആളുകൾ എന്താണ് ഓവറായിട്ടുള്ള ഇൻഫോർമേഷൻ കിട്ടുന്നതുകൊണ്ട് അവർ ഏതിലേക്ക് പോകണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പം തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ സ്കാമി ആയിട്ടുള്ള കാര്യത്തിലേക്ക് പോകാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു ക്രിപ്റ്റോ ബേസ്ഡ് ആയിട്ട്, ഫോറക്സ് ബേസ്ഡ് ആയിട്ടുള്ള, ഈവൻ ഇന്ത്യൻ മാർക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള സ്കാമി ആയിട്ടുള്ള കാര്യത്തിലേക്ക് പോകാൻ ചാൻസ് കൂടും ആ സമയത്ത്. കാരണം ഒരു ബേസിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻ അവർക്ക് ഇല്ലാന്ന് തോന്നുന്നു. ഇന്ന് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ആൾക്കാർ അവെയർ ആണ്, പലയിടത്തും ഇത് അവൈലബിൾ ആണല്ലോ. സാറ് പറഞ്ഞ മാതിരി തന്നെ ഇൻഫോർമേഷൻസ് അധികമാണ് ഇപ്പൊ ശരിക്കും. അത് തന്നെ ഒരു കണക്കിന് അത് മിസ്ലീഡ് ചെയ്യുന്നതാണ് ആൾക്കാരെ. അവർക്ക് ഏത് ചൂസ് ചെയ്യണമെന്നുള്ള ഒരു റൈറ്റ് ഡിസിഷനിലേക്ക് എത്താൻ പറ്റുന്നില്ല. പിന്നെ അവർക്ക് തന്നെ തോന്നുന്ന രീതിയിൽ ഓരോന്ന് ചെയ്യാന്നുള്ളതാണ്. ഐ തിങ്ക് ബേസിക് ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എനിക്ക് തോന്നുന്നു വളരെ കൃത്യമായിട്ട് ഇവിടെ വേണമെന്ന് തോന്നുന്നു. ഈ ബേസിക് ഇൻഫോർമേഷൻസ് ഇല്ലെങ്കിൽ ഇതിൻ്റെ നോളജ് ഇല്ലാത്തതുകൊണ്ടാണ് സ്കാമി ആയിട്ടുള്ളത് കൃത്യമായിട്ടുള്ള പോകുന്നത്. അതൊരു ഒരു സ്റ്റാൻഡേർഡ് റിട്ടേൺസ് എന്ന് പറഞ്ഞ സംഗതി എല്ലാവർക്കും അറിയണം, റൈറ്റ്? കാരണം ഫൈൻ, ഇത്ര കിട്ടിക്കഴിഞ്ഞാൽ ഇതൊരു ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്, ഇതിൻ്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അത് ലഭിക്കാൻ അല്ലെങ്കിൽ സ്കാമി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് എന്നുള്ളത് എനിക്ക് തോന്നുന്ന ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പം ഈ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പം ഒരു സൈഡിൽ ഞാൻ പറഞ്ഞ മാതിരി ഭയങ്കര നെഗറ്റീവ് ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്. അതിൻ്റെ മെയിൻ റീസൺ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഓവർ ഹൈപ്ഡ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ട്രേഡിംഗ് എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റും എന്നുള്ളൊരു ധാരണ പൊതുവെ ആൾക്കാർക്കുണ്ട്. പക്ഷേ സത്യാവസ്ഥ എന്ന് വെച്ചാൽ ഇത് എല്ലാവർക്കും പറ്റിയൊരു സംഭവമല്ല. കാരണം അതിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഇൻവോൾവ് ആണ്. ഇപ്പം ജസ്റ്റ് ഒരു സ്ട്രാറ്റജി പഠിച്ചിട്ട് അതിലോട്ട് വരുന്നതിനപ്പുറത്തേക്ക് കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പം ഇമോഷൻസ് ആണെങ്കിലും. അപ്പം സാർ എങ്ങനെയാണ് ഇത് ശരിക്കും ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തത്? അതിൽ ഫസ്റ്റ് ഒരു ഇതുണ്ട്, ഇത് ട്രെൻഡിൻ്റെ സ്റ്റാർട്ടാണ്. ഈവൻ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ 2 to 3%, 4%, അതിൽ കൂടുതലൊന്നും ട്രേഡേഴ്സ് ഇല്ല ഇവിടെ, റൈറ്റ്? ഈവൻ ഈ വർഷമാണ് ഏറ്റവും കൂടുതൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത വർഷം. സോ ട്രേഡേഴ്സ് ഉണ്ടായി വരുന്നുള്ളൂ, അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായി വരുന്നുള്ളൂ ഇപ്പോഴും. ഫൈൻ. സോ ആ ഒരു ട്രെൻഡിൻ്റെ തുടക്കമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ട്രെൻഡിൻ്റെ തുടക്കത്തിൽ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. നമുക്ക് എഞ്ചിനീയറിംഗ് അറിയാം അല്ലേ? ഞാനൊക്കെ ചെറുതാകുന്ന സമയത്ത് ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് അതായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും എഞ്ചിനീയറിങ്ങിൻ്റെ പുറകെ പോയി കുറേ പോയപ്പോഴാണ് മനസ്സിലായത് ഇത് എനിക്ക് പറ്റിയ പണിയല്ല, ഞാൻ എഞ്ചിനീയറാണ്, അപ്പോൾ ഞാൻ ആ ഫീൽഡല്ല വർക്ക് ചെയ്യുന്നത്. മേ ബി ഇവിടെയുള്ള ഒരുപാട് പേര് എഞ്ചിനീയേഴ്സ് ആയിരിക്കും, ബട്ട് ആ ഫീൽഡല്ല വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ ട്രേഡിങ്ങും ഒരു ട്രയൽ ആൻഡ് എറർ പ്രോസസ്സിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ട്രേഡിങ്ങിൻ്റെ പുറകെ പോകുന്നു, കുറേ പേര് സക്സസ് ആവുന്നു, കുറേ പേര് സക്സസ് ആവുന്നില്ല. അപ്പോൾ ആ ഒരു ട്രയൽ ആൻഡ് എറർ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഇതെനിക്ക് പറ്റിയ ഫീൽഡല്ല എന്ന് മനസ്സിലാവുന്നത്. സോ അത് ഒരു നോർമലായിട്ടുള്ള ഒരു എന്താണ്, ഒരു റോഡാണ്. ആ റോഡിലൂടെ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സമയത്ത് ഇതിൻ്റെ ട്രെൻഡ് മാറും, വേറെ ട്രെൻഡിലേക്ക് വരും. ഇപ്പോൾ ഡ്രോപ്പ് ഷിപ്പിംഗ് ഇപ്പോൾ ഒരു ട്രെൻഡ് ആയിക്കൊണ്ട് മേ ബി വരുന്നുണ്ടാവും. ഇനി കുറച്ച് കൂടി കഴിയുന്ന സമയത്ത് വേറെ എന്തെങ്കിലും ആയിരിക്കും ട്രെൻഡ്. അപ്പോൾ അതിൻ്റെ പുറകെ പോകും. അത് അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പൊ പറഞ്ഞല്ലോ ബിസിനസ് എന്നാണ്, അല്ലെങ്കിൽ ബിസിനസ് വിട്ടിട്ടാണ് ഈ ട്രേഡിംഗ് എന്നുള്ള ഒരു കരിയർ ചൂസ് ചെയ്യാൻ കാരണം. അപ്പോൾ ഏതൊരു പോയിന്റിലാണ് ശരിക്കും മനസ്സിലായി ഈ ട്രേഡിംഗ് എനിക്ക് പറ്റിയ പരിപാടിയാണെന്ന്
ഫിഗർ ഔട്ട് ചെയ്ത ഒരു പോയിന്റ് ഉണ്ടാവത്തില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടും, ഇല്ലെങ്കിൽ ഞാൻ പയ്യായിരിക്കും കാര്യങ്ങൾ പഠിച്ചു വരിക. പക്ഷെ ഇതിലേക്ക് വന്ന സമയത്താണ് എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഇതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കാൻ വേണ്ടി തുടങ്ങിയത്. സോ അതുകൊണ്ട് തന്നെയാണ് ഓക്കെ ഫൈൻ, ഇത് തന്നെയാണ് എൻ്റെ ഒരു ഫീൽഡ്, ഇല്ലെങ്കിൽ ഇങ്ങനെയാണ് ഞാൻ പോകേണ്ടതെന്ന് എനിക്ക് മനസ്സിലായത്. ഇപ്പം നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് പൈസയാണല്ലോ. ഒരു കൂട്ടം ആൾക്കാർ പറയാറുണ്ട് മണി ക്യാൻ ബൈ ഹാപ്പിനെസ്. അതേപോലെ എല്ലാവരും പറയാറുണ്ട് എല്ലാം പൈസ കൊടുത്ത് വാങ്ങാനും പറ്റത്തില്ല. ഇതിനെ സാർ എങ്ങനെയാണ് നോക്കി കാണുന്നത്? എൻ്റെ ജീവിതത്തിൽ എപ്പോഴും പൈസയ്ക്ക് ഒരു പ്രാധാന്യമുണ്ട്. എനിക്ക് എപ്പോഴും സന്തോഷം തരുന്ന കാര്യമാണ്. ഈവൻ അത് സംസാരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, റൈറ്റ്? എനിക്ക് തോന്നുന്നു മിക്ക ആളുകളുടെയും ജീവിതത്തിൽ പൈസ വലിയ മാറ്റർ തന്നെയാണ്. അത് എല്ലാ സമയത്തും ഞാൻ ഒരു എക്സാമ്പിളോടെ പറഞ്ഞുതരാം. നമ്മൾ ഒരു സ്ഥലത്തേക്ക് യാത്ര പോവുകയാണ്, റൈറ്റ്? യാത്ര പോകുന്ന സമയത്ത് മറ്റ് ആളുകൾ കഴിക്കുന്ന ഭക്ഷണം, അവർ ധരിച്ചിരിക്കുന്ന ഡ്രസ്സ്, അവർ പോകുന്ന വണ്ടികളൊക്കെ നമ്മൾ ചിലപ്പോൾ നോക്കിയിരുന്ന് കാണും, നമ്മളെക്കാട്ടും ബെറ്റർ ആണെങ്കിൽ, റൈറ്റ്? അതെന്തുകൊണ്ടാണ്? നമ്മളത് മോഹിപ്പിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് സന്തോഷം തരുന്നുണ്ട്, അല്ലേ? അങ്ങനെയായിരിക്കും മിക്ക ആളുകളും ഉണ്ടാവുക. പിന്നെ നമ്മളൊരു നല്ലൊരു കാറ് വാങ്ങിച്ചാൽ, ഇല്ലെങ്കിൽ നമ്മൾ നല്ലൊരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അതിന് മോശം അഭിപ്രായം പറയുന്ന ആളുകൾ മേ ബി കൂടുതലായിരിക്കും. എന്തിനാണ് നീ ഇപ്പോൾ ഈ കാറ് വാങ്ങിച്ചത്, എന്തിനാണ് നീ ഇപ്പോൾ ഇത്രയും വിലയുള്ള ഡ്രസ്സ് വാങ്ങിച്ചതെന്ന് ചോദിക്കും. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അത് അവർ ആഗ്രഹിച്ച കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതൊക്കെ പൈസയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എൻ്റെ ജീവിതത്തിൽ എപ്പോഴും പൈസ എന്ന് പറയുന്നത് ഒരു മെയിൻ ഘടകമാണ്. എനിക്ക് പൈസ എത്രത്തോളം ഉണ്ടോ അതിൻ്റെ ഹാപ്പിനെസ് ആണ്. ഞാനെപ്പോഴും എല്ലാവരോടും പറയുന്ന കാര്യമാണ്, എനിക്ക് മേ ബി കാറ് വാങ്ങിക്കുന്നതോ ഇല്ലെങ്കിൽ മറ്റ് സാധനങ്ങൾ വാങ്ങിക്കുന്നതോ അല്ല എൻ്റെ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അതെൻ്റെ ഹാപ്പിനെസ് ആണ്. അതാണ് എനിക്ക് സന്തോഷം നൽകുന്നത്. അതായത് മെറ്റീരിയലിസ്റ്റിക് ഗോൾസ് ഭയങ്കര കുറവാണ്. ഉണ്ട്, പക്ഷേ ഞാനെപ്പോഴും ഇത്രയൊരു പൈസ ഉണ്ടാക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം എന്ന് ആഗ്രഹിക്കുന്നതാണ്. അത് എൻ്റെ സ്വഭാവ രീതികളാണ്. അത് എങ്ങനെ എല്ലാവരും ചിന്തിക്കണമെന്നല്ല പറയുന്നത്. ബട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഇല്ലെങ്കിൽ എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഇത്രയും ഹ്യൂജ് എമൗണ്ട് കാണുന്നതാണ് എൻ്റെ എപ്പോഴും. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നത്, ഒരു ലോറിയിൽ പൈസ അട്ടിക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറി ഒന്ന് പോകണം, ഇല്ലെങ്കിൽ എൻ്റെ ബെഡ് മൊത്തം പൈസ നിറച്ചിട്ട് പോകണം എന്ന് പറയും. കാരണം എനിക്ക് അത്രത്തോളം സന്തോഷം നൽകുന്നുണ്ട് ആ ഒരു പൈസ എന്ന് പറയുന്ന ഒരു സാധനം. ശിവയ്ക്ക് പണം അല്ലെങ്കിൽ പൈസ എന്ന് പറയുന്നത് എത്ര ഇമ്പോർട്ടൻ്റാണ്? ഇല്ലെങ്കിൽ ശിവ ഏറ്റവും സ്ട്രഗിൾ ചെയ്ത സമയത്ത് പൈസ അല്ലായിരുന്നു അതിൻ്റെ മെയിൻ മാറ്റർ എന്ന് പറയുന്നത്. അതെ, ഉറപ്പായിട്ടും. ഇപ്പം എൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറഞ്ഞ ഒരു കുട്ടിയാണ്. അപ്പം നമ്മളൊരു ഏർലി സ്റ്റേജിൽ തന്നെ ഇപ്പം വീട്ടുകാർ നമ്മളെ പൈസേൻ്റെ ബുദ്ധിമുട്ട് അറിഞ്ഞ് വളർത്തിയതാണ്. അപ്പം അതുകൊണ്ട് തന്നെ പൈസ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്കറിയാം. അതേപോലെ തന്നെ ഞാനിപ്പോൾ എൻ്റെ കുട്ടിക്കാലത്താണെങ്കിലും ഒരുപാടെടുത്ത് പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടിയിട്ടുണ്ടെങ്കിൽ ചെറിയ പ്രായത്തിൽ പോലും അതിൻ്റെ പേരിൽ വിഷമിച്ചിട്ടുണ്ട്. ഇപ്പം പറയുകയാണെങ്കിൽ എനിക്കൊന്ന് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ അല്ലെങ്കിൽ അതിൻ്റെ ബിലോ മിഡിൽ ക്ലാസ് ഉള്ളവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇപ്പം ഞാൻ സ്കൂൾ ടൈമിലാണെങ്കിലും ഫീസ് പേ ചെയ്യാണ്ട് അത്രയും ആൾക്കാരുടെ ഇടയിൽ നമ്മൾ എഴുന്നേറ്റ് നിൽക്കേണ്ടി വരും. കാരണം ടീച്ചേഴ്സ് വന്നിട്ട് കോൾ ചെയ്യും, ആരാണ് പേയ്മെൻറ്റ് ചെയ്യാത്തതെന്ന്. ഞാൻ മാത്രമേ ഒബ്വിയസ്ലി ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ മൈൻഡിൽ കയറിയ ഒരു സാധനം പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു വാശി. ആ സമയത്താണ് ശരിക്കും എനിക്ക് പൈസ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ആൾക്കാരുടെ മുന്നിൽ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ മാറ്റി നിൽക്കപ്പെടേണ്ടി വരുന്നൊരു സാഹചര്യം. അതേപോലെ തന്നെ ഇപ്പോൾ എൻ്റെ പാരൻസ് ആണെങ്കിലും എൻ്റെ അടുത്ത് എപ്പോഴും പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, പൈസ ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ ചുറ്റിന ആൾക്കാരുണ്ട്. അത് പോകെ പോകെ ലൈക്ക് നമുക്കൊരു മെച്ചുവേർഡ് ആവുന്ന ഒരു ടൈമിൽ ഞാനത് മനസ്സിലാക്കുകയും ചെയ്തു. കാരണം പൈസ ഉണ്ടെങ്കിൽ നമുക്കെല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൈസ എന്ന് പറയുന്നത് എൻ്റെ ലൈഫിലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. പൈസ ഉണ്ടെങ്കിൽ ഹാപ്പിനെസ് ഉണ്ട് എന്നുള്ളത് ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. എൻ്റെ ലൈഫിൽ പണത്തിൻ്റെ പേരിലാണ് എനിക്ക് സന്തോഷം ഉണ്ടായതും പണത്തിൻ്റെ പേരിലാണ് എൻ്റെ കുറേ റിലേഷൻഷിപ്പ് ഇല്ലാതെയായതും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കടം ചോദിച്ച് നമ്മൾ ആളുകൾ വിളിക്കും, അല്ലേ? കടം ചോദിച്ച് വിളിക്കുന്ന സമയത്ത് നമ്മൾ കടം കൊടുക്കും. കാരണം നമ്മളെ വിളിക്കുന്ന സമയത്ത് എന്താണ്, നമ്മളെ മേലെ ഒരു വിശ്വാസം അർപ്പിച്ചിട്ടായിരിക്കും വിളിക്കുന്നുണ്ടാവുന്ന ഒരു ചിന്തയാണ് നമ്മളെ തലയിലൂടെ പോവുക. കടം കൊടുക്കും. കടം കൊടുത്തു കഴിഞ്ഞ് നമുക്കൊരാവശ്യം വരുമ്പോൾ തിരിച്ചു ചോദിക്കുന്ന സമയത്ത് അത് കിട്ടില്ല. നമ്മളെ റിലേഷൻഷിപ്പ് എന്താവും, അവിടെ ബ്രേക്ക് ആവാൻ തുടങ്ങും. എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ നല്ല സുഹൃത്ത് ബന്ധങ്ങളില്ലാതായത് ഈ പൈസേൻ്റെ പേരിൽ കടം കൊടുത്തിട്ടാണ്. കടം കൊടുത്ത് ഒരു സമയത്ത് ഞാൻ പൊറുതി മുട്ടിയപ്പോഴാണ് ഞാൻ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടു ആക്ച്വലി. കാരണം എനിക്ക് ചോദിക്കുന്ന സമയത്ത് കൊടുക്കാതിരിക്കാൻ വേണ്ടി പറ്റുന്ന പൈസ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് പല രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഞാൻ കുറേ പയറ്റി നോക്കി, നടന്നിട്ടില്ല. അവസാനം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാട്സപ്പിൽ ഒരു സ്റ്റോറി ഇട്ടു. അറിയാലോ ആ സ്റ്റോറി എന്ന് പറയുന്നത്, പ്രിയ സുഹൃത്തുക്കളെ, ഇനി ദയവ് ചെയ്ത് എന്നോട് പണം ചോദിച്ചിട്ട് ആരും മെസ്സേജ് ചെയ്യരുത്. കാരണം എൻ്റെ നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഈ പണം കടം കൊടുത്ത് കാരണം ഇല്ലാതെ എന്ന് പറഞ്ഞു. അതിലൂടെയാണ് പിന്നെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ പണത്തിനെ കൊണ്ട് എന്താണ്, നമുക്ക് നല്ലതും ഉണ്ട് ചീത്തയും ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു മിക്ക ആളുകളും പണത്തിനോട് സന്തോഷം കിട്ടില്ല എന്ന് പറയുന്നത് അവർ സമ്മതിച്ചു തരാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കും. മേ ബി അവരുടെ ഈഗോ അവർ ഹിറ്റ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. പണം എന്ന് പറയുന്നത് ഒബ്വിയസ്ലി
ഫസ്റ്റ് സാലറി കിട്ടുന്ന സമയത്ത് നമുക്ക് സന്തോഷമില്ലേ? ഇല്ലേ? നമ്മൾ ഫസ്റ്റ് സാലറി കൊണ്ടോ ഇല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന ഒരു ഇൻകം കൊണ്ടോ നമ്മൾ നമ്മുടെ പാരൻസിന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുന്നത് നമുക്ക് സന്തോഷമില്ല. അത് അവർക്ക് കിട്ടുമ്പോഴും ഉണ്ട്, നമ്മൾ കൊടുക്കുന്ന സമയത്തുണ്ട്. നമ്മൾ പുതിയ കാറ് വാങ്ങുന്ന സമയത്ത്, പുതിയ വണ്ടി, ഏത് വണ്ടി ആയിക്കോട്ടെ, അത് വാങ്ങുന്ന സമയത്ത് നമുക്ക് സന്തോഷം നൽകുന്നുണ്ട്. അപ്പം പണത്തിൻ്റെ മുകളിൽ ആക്ച്വലി നമുക്ക് സന്തോഷം കിട്ടുന്നുണ്ട്. ഒരു ചെറിയ രീതിയിലുള്ള എന്താ പറയുക, ഒരു ഹോമോൺ റിലീസ് എന്തായാലും നമുക്ക് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉറപ്പായിട്ടും. എനിക്ക് തോന്നുന്നു, ഞാൻ റീസെൻ്റ് ആയിട്ട് ഒരു റീല് കണ്ടതാണ്, ഭയങ്കര ഒരു ഫണ്ണി റീൽ. അതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ ഗൂഗിൾ പേന്റെ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സങ്കടം ഉണ്ടല്ലോ, അത് ഹാർട്ട് ബ്രേക്കിനെക്കാട്ടിൽ വലുതാണെന്നുള്ളത്. ശരിക്കും മണി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ അത്രയും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ്. പിന്നെ ചില ആൾക്കാർ പറയും എന്തിനാണ് കുറേ പൈസ ഉണ്ടാക്കിയിട്ട്, അവരെനിക്ക് തോന്നുന്നത് ശരിക്കും അവരുടെ ലൈഫിൽ പൈസ ഇല്ല, അപ്പൊ അവരെ തന്നെ സമാധാനിപ്പിക്കാൻ പറയുന്ന ഒരു ഫാക്ടറായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കുറേ പൈസ ഉണ്ടാക്കണം എന്നുള്ള ചിന്ത ആദ്യം നമുക്ക് ഒഴിവാക്കാൻ വിചാരിക്കുന്നു. കുറേ പൈസ വേണ്ട, നമുക്ക് ആവശ്യത്തിനുള്ള പൈസ മതി. നമ്മൾ ഇവിടെ മെയിനായിട്ട് പറ്റുന്ന എന്താ വെച്ചാൽ, ബാക്കിയുള്ള ആളുകളുടെ ലൈഫ് സ്റ്റൈലായിട്ട് നമുക്ക് എന്താണ് എത്തിപ്പിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് വേണ്ടിയിട്ട് കുറേ പണം മുടക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ചിന്താഗതി മാറിയാൽ തന്നെ എനിക്ക് തോന്നുന്നു സമാധാനപരമായിട്ട് നമുക്ക് എല്ലാവർക്കും ജീവിക്കാം. കാറ്, ബൈക്ക്, ഇനി അല്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കൂടെ നമ്മളുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു സമാധാനപരമായിട്ട് നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റും. സമാധാനമാണ് നമുക്ക് ഏറ്റവും വേണ്ടത്. നമ്മൾ ഈ അധിക ഗ്രീഡി എന്ന് പറയുന്ന സാധനം, അതായത് അതിൻ്റെ പുറകെ നമ്മൾ പോകുന്ന സമയത്ത് അധികം ഭയങ്കരമായിട്ട് ഗ്രീഡായിട്ട് ബാക്കിയുള്ള ആളുകളുടെ ഫൈനാൻഷ്യൽ അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ നോക്കി അതിൻ്റെ പുറകെ പോകുന്ന സമയത്തൊക്കെയാണ് നമ്മൾ ആക്ച്വലി സമാധാനം കളയുന്നത്. അപ്പോൾ നമ്മൾ പണത്തിൻ്റെ കുറ്റം പറയും, പണം സമാധാനം തരുന്നില്ല എന്ന് പറയും, റൈറ്റ്? എനിക്ക് തോന്നുന്നു സൈക്കോളജി ഓഫ് മണി എന്ന് പറയുന്ന ബുക്കിലാണ് തോന്നുന്നു, നമ്മൾ എത്ര പണം ഉണ്ടാക്കണമെന്ന് നമുക്ക് ആദ്യമേ നമ്മൾ തീരുമാനിക്കണം എന്നുള്ളത് ആ ബുക്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് തോന്നുന്നു. കാരണം അങ്ങനെ ഇല്ലെങ്കിൽ അതിൽ കുറേ ക്രൈം സ്റ്റോറീസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പണം ഉണ്ടാക്കിയൊരു ലെവലിൽ എത്തുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു, ഇവർക്ക് വീണ്ടും പണം ഉണ്ടാക്കാനുള്ള ആർത്തി കൊണ്ട് ഇവർ പിന്നെ ക്രൈംസ് ആണ് ചെയ്യാൻ തുടങ്ങുന്നത്, അല്ലെങ്കിൽ കുറേ ഫേക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്കാമി ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പം കൃത്യമായിട്ടുള്ളൊരു ധാരണ നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് തോന്നുന്നു. ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ, എന്തുകൊണ്ടായിരിക്കും പണത്തിൽ നിന്ന് സന്തോഷം കിട്ടുന്നില്ല എന്ന് ആളുകൾ പറയുന്നുണ്ടാവുക? അതിന് മെയിൻ ഫാക്ടർ എന്തായിരിക്കും ശരിക്കും? എനിക്ക് തോന്നുന്നു ലൈക്ക് എല്ലാവർക്കും ഈ പറയുന്ന പൈസ ഉണ്ടെങ്കിലും ഇപ്പോൾ പീസ് ഓഫ് മൈൻഡ് ഇല്ലെങ്കിൽ കഴിഞ്ഞു. അപ്പം ലൈക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ പീസ് ഓഫ് മൈൻഡാണ്. ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പം ഒരുപാട് ആൾക്കാർ മറ്റുള്ളവരുടെ ലൈഫിനെ കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ എപ്പോഴും കാണുന്ന ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ, വലിയ വലിയ വീട്, കാറ്, അവരുടെ ഒരു ലൈഫ് സ്റ്റൈലാണ് മിക്കവരും. ഇപ്പം ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ, ഏത് തരം ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ, അവരുടെ ഒരു നല്ല റിച്ച് ലൈഫ് ആയിരിക്കും അവർ കാണിക്കുന്നത്. ഒരു നെഗറ്റീവ് സൈഡ് നമ്മളങ്ങനെ കാണാറില്ല കൂടുതലും. അപ്പം നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, അതാണ് ബെസ്റ്റ്, അവരുടെയാണ് ബെസ്റ്റ് ലൈഫ് എന്ന് വിചാരിക്കും. പക്ഷെ അവരുടെ പിന്നെ നടക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല. പക്ഷെ അപ്പം നമ്മളെപ്പോഴും ആ ഒരു ലൈഫ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പം നമ്മൾ നല്ല കാര്യങ്ങൾ നോക്കും, മറ്റുള്ളവരുടെ ലൈഫിലേക്ക് നോക്കുമ്പോൾ എല്ലാം നല്ലതാണ് നടക്കുന്നത്. അപ്പം നമ്മൾ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആവും, നമ്മുടെ ലൈഫിൽ ഇതൊന്നും ഇല്ലല്ലോ എന്നുള്ളൊരു സാധനം. ഫസ്റ്റ്ലി നമ്മൾ എപ്പോൾ നമ്മളുടെ ഗ്രോത്തിൽ ഫോക്കസ് ചെയ്ത് തുടങ്ങുന്നു, അവിടെയാണ് ശരിക്കും ഒരാൾ വിൻ ചെയ്ത് തുടങ്ങുന്നത്. മറ്റൊരാളെ ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളുടെ ആ ഒരു ജേർണീൻ്റെ ട്രാക്ക് വിട്ടുപോവുകയും അതേപോലെ തന്നെ നമ്മളുടെ കാര്യങ്ങളൊന്നും നടക്കത്തുമില്ല. നമ്മൾ ഹോൾ ലൈഫ് നമ്മൾ ഡിസപ്പോയിൻമെൻറ്റിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കത്തുള്ളൂ. അതിന് പകരം ഒരു പക്ഷേ ഇപ്പം നമ്മൾ നമ്മുടെ ജേർണി ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ ഗ്രോത്ത് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ഒരു പീസ് ഓഫ് മൈൻഡ് കിട്ടും. ഇപ്പം നമ്മൾ ചെയ്യുന്ന കാര്യം ഒരു പക്ഷേ സക്സസ്ഫുൾ ആവണം എന്നില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടും. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അപ്പം ഈ പറയുന്ന ഇപ്പോൾ കുറേ പൈസ ഉണ്ട്, അതേസമയം സമാധാനം ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല. അപ്പം നമ്മളുടെ പീസ് ഓഫ് മൈൻഡിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യമേ നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യണം, അത് ചെയ്യാൻ ശ്രമിക്കണം. മറ്റുള്ളവരുടെ ലൈഫ് ഫോക്കസ് ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന ഡിസപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ ലൈഫിൽ വരുന്നത്.